വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 8ാം ക്ലാസ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ആനുവൽ എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയി കാണാം. അപ്പോൾ നമുക്ക് ഒരു 4-5 ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്? മഴവെള്ളം സംഭരണം പല രീതികളിൽ സാധ്യമാണ്. ഏതെല്ലാം? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും കണ്ടിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് മഴവെള്ളം സംഭരിക്കാൻ പറ്റുന്നത് എന്നുള്ളത്. എങ്ങനെയൊക്കെയാണ്? ആൻസർ: റൂഫ് ടോപ്പ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്. ദ ലെവൽ ഓഫ് അണ്ടർഗ്രൗണ്ട് വാട്ടർ ക്യാൻ ബി റേസ്ഡ് എയ്തർ ബൈ ഡ്രെയിനിങ് the rainwater to be ground or by collecting in its storage tanks. Okay. B. Surface runoff harvesting includes all systems that collect and conserve surface runoff after a rainstorm or in intermittent streams, rivers or wetlands for storage in open ponds and reservoirs. മേൽക്കൂര മഴവെള്ള സംഭരണമാണ് ഒന്നാമത്തേത്. അഥവാ കെട്ടിടങ്ങളുടെ മേൽക്കൂരയിൽ പതിക്കുന്ന മഴവെള്ളം ജലസംഭരണികളിൽ ശേഖരിക്കുകയോ ഭൂമിയിലേക്ക് ഇറക്കിവിട്ട് ഭൂഗർഭജല വിതാനം ഉയർത്തുകയോ ചെയ്യാം. അതാണ് മേൽക്കൂര മഴവെള്ള സംഭരണം എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലെ സുലഭമായിട്ട് പല വീടുകളിലും കാണപ്പെടുന്ന ഒന്നാണിത്. അടുത്തത് ഉപരിതല നീരൊഴുക്കിൻ്റെ സംഭരണമാണ്. മഴവെള്ളം ഭൂമിയുടെ ഉപരിതലത്തിലൂടെ ഒഴുകിപ്പോകാതെ മണ്ണിനടിയിലേക്ക് താഴാനും ശേഖരിക്കാനും ഇതിലൂടെ കഴിയുന്നു. ഇതാണ് മറ്റൊരു മാർഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ എയിംസ് ഓഫ് NITI ആയോഗ്. നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ എഴുതുക. പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും കണ്ടിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കൂട്ടുകാർ, എന്തായാലും പഠിച്ചു വെക്കണം. ഓക്കെ. ടു ബ്രിങ് ഡൗൺ ഗവൺമെൻറ് പാർട്ടിസിപ്പേഷൻ ഇൻ ഇൻഡസ്ട്രിയൽ ആൻഡ് സർവീസ് സെക്ടേഴ്സ്, ടു യൂട്ടിലൈസ് ദ സർവീസ് ഓഫ് ദ ഡോമിനൻറ്റ് മിഡിൽ ക്ലാസ് ഫോർ സ്യൂട്ടബിൾ എക്കണോമിക് ഗ്രോത്ത്, ടു ഇംപ്രൂവ് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ബൈ പ്രാക്ടീസിംഗ് മിക്സ്ഡ് ഫാമിംഗ്, to make use of the services of non-resident Indians for economic and technological growth, to convert the cities into secure living centers using modern technology, to equip the nation to face global transformation and market forces. അഥവാ വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറക്കുക, കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപ്പാദനത്തിലൂടെ പുരോഗതിയിലേക്ക് എത്തിക്കുക, പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക, പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക, ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക, ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും NITI ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അഥവാ നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് കൂട്ടുകാർ പഠിച്ചു വെക്കണം കേട്ടോ. മൂന്നാമത്തെ ചോദ്യം, മൂന്നാമത്തേതാണ് 34 എന്നുള്ളത് മിസ്റ്റേക്കിൽ വന്നതാണ്. റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് കൺസർവേഷൻ ഓഫ് വാട്ടർ. ജലസംരക്ഷണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. നമുക്കറിയാം ജലം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഭൂമിയിൽ 73% വെള്ളമാണെങ്കിൽ പോലും നമുക്ക് ഉപയുക്തമാക്കുന്നത് 3% മാത്രമാണ്. മാത്രമല്ല ഇന്ന് മലിനമായിക്കൊണ്ടിരിക്കുന്നതാണ്. നമുക്ക് ഉപയുക്തമാക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ജലം ഉള്ളത്, അല്ലേ? അപ്പോൾ അതിനെ സംരക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. Nature provides enough water for us. We can solve the issues of water scarcity and drought if we make use of the rainwater effectively, allowing each drop of rainwater to percolate at the place where it falls in the basic principle in water conservation. Harvesting rainwater is the best way to solve the problem of water scarcity. അഥവാ പ്രകൃതി നമുക്ക് എന്താണ് ആവശ്യത്തിന് വെള്ളം തരുന്നുണ്ട്. മഴവെള്ളം ഫലപ്രദമായി ഉപയോഗിച്ചാൽ ജലക്ഷാമം, വരൾച്ച തുടങ്ങിയ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ ഓരോ തുള്ളി മഴവെള്ളവും അത് വീഴുന്ന സ്ഥലത്ത് തന്നെ ഒഴുകാൻ അനുവദിക്കുക എന്നതാണ് ജലസംരക്ഷണത്തിൻ്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത്. ജലക്ഷാമം പരിഹരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം മഴവെള്ള സംഭരണമാണ്. അതുമാത്രമല്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊന്നെന്ന് പറയുന്നത് എന്താണ്? ജലത്തിൻ്റെ ഉറവിടങ്ങൾ നാശാക്കാതെ അല്ലെങ്കിൽ മലിനമാക്കാതെ ഇരിക്കുക എന്നുള്ളതും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതും കൂട്ടുകാരിൽ എഴുതി ചേർക്കുക. പിന്നെ മഴവെള്ള സംഭരണി നമ്മൾ നേരത്തെ ഒന്നാമത്തെ ചോദ്യത്തിൽ പറഞ്ഞു എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് എന്ന്. അതൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഒരുവിധം നമുക്ക് എന്താണ് മഴവെള്ളം സംഭരിക്കാൻ വേണ്ടി പറ്റും. ജലാശയങ്ങളെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, വേസ്റ്റ് എന്നിവയൊന്നും ഇടാതെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ജലം ലഭിക്കുന്നതാണ്. ഇനി നാലാമത്തെ ചോദ്യം, വാട്ട് ക്യാൻ ബി ഡൺ ബൈ ഇൻഡിവിജ്വൽസ് ആൻഡ് സൊസൈറ്റി ടു ചെക്ക് വാട്ടർ പൊല്യൂഷൻ? ജലമലിനീകരണം തടയുന്നതിൽ വ്യക്തികൾക്കും സമൂഹത്തിനും എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും?
ഓക്കെ, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. റെഡ്യൂസ് ദ യൂസ് ഓഫ് ഹെർബിസൈഡ്സ്, പെസ്റ്റിസൈഡ്സ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ്. ഓക്കെ, എന്താണ് നമ്മളിപ്പോൾ ഹെർബിസൈഡ്സ്, പെസ്റ്റിസൈഡ്സ്, ഫെർട്ടിലൈസേഴ്സ് ഇതൊക്കെ ഉപയോഗിക്കുന്നത് കുറക്കുക. ഡു നോട്ട് ഡംപ് വേസ്റ്റ് നിയർ പബ്ലിക് ടാപ്സ്, വെൽസ് ഓർ അതർ വാട്ടർ റിസോഴ്സസ്. നമ്മൾ വേസ്റ്റൊക്കെ എന്താണ് പബ്ലിക് ടാപ്സിലോ അല്ലെങ്കിൽ വാട്ടർ റിസോഴ്സസിലോ ഒന്നും കൊണ്ടുപോയി നിക്ഷേപിക്കാതിരിക്കുക. പ്രോപ്പർ സീവേജ് ട്രീറ്റ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ്. എന്താണ് വേസ്റ്റൊക്കെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാനും അതിനൊക്കെ നല്ല രീതിയിൽ എന്താണ് നമുക്ക് നശിപ്പിക്കാനും ഒക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുക. പ്രൊട്ടക്ട് ഫീൽഡ്സ് ആൻഡ് വെറ്റ്ലാൻഡ്സ്. ഫീൽഡ്സും വെറ്റ്ലാൻഡും ഒക്കെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഓൾവേസ് ഓപ്റ്റ് ഫോർ റീസൈക്കിൾ ആൻഡ് റീയൂസബിൾ ഓപ്ഷൻസ്. നമുക്കറിയാം പല വേസ്റ്റുകൾ എന്താണ് റീയൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതുണ്ടായിരിക്കും, അതുപോലെ തന്നെ റീസൈക്കിൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നതുണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാലും വേസ്റ്റ് മാനേജ്മെൻറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. സ്കിപ്പ് ദ യൂസ് ഓഫ് പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം നമുക്ക് പരമാവധി നമ്മൾ ഉപയോഗം കുറയ്ക്കുക. പകരം എന്താണ് ജൂട്ട്, അതുപോലെ തന്നെ തുണി എന്നുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ദെൻ പ്രാക്ടീസ് ഓർഗാനിക് ഫാമിംഗ്. ഓർഗാനിക് ഫാമിംഗ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുക. പൊതു ടാപ്പുകൾ, കിണറുകൾ, മറ്റ് ജലസ്രോതസ്സുകൾ എന്നിവയ്ക്കരികിൽ മാലിന്യങ്ങൾ വലിച്ചെറിയരുത്. ജലമലിനീകരണം സംബന്ധിച്ച നിയമങ്ങൾ ഏവരും ശീലിക്കുക. കുളങ്ങൾ, കിണറുകൾ എന്നിവ വൃത്തിയാക്കി മഴവെള്ള സംരക്ഷണത്തിനും ശേഖരണത്തിനും ഉപയോഗിക്കുക. കാർഷിക മേഖലയ്ക്ക് ശാസ്ത്രീയമായ ജലസേചന രീതികൾ ഉപയോഗിക്കുക. പാടങ്ങളും തണ്ണീർത്തടങ്ങളും സംരക്ഷിക്കുക. ജലസംരക്ഷണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ്. ദെൻ അഞ്ചാമത്തേത് എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണ്? ഇതും 2-3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടിട്ടുണ്ട്, കൂട്ടുകാർ മനസ്സിലാക്കി വെക്കുക. ഇത് മാത്രമല്ല അന്തരീക്ഷ പാളികളുടെ 1-2 പാളികളുടെ സവിശേഷതകൾ എഴുതാൻ വേണ്ടി വരാറുണ്ട്, അല്ലെങ്കിൽ ഒന്നിനെ സ്പെസിഫൈ ചെയ്തിട്ട് ചോദിക്കാറുമുണ്ട്. This layer extends up to 90 km from the surface of the earth and lays close to the earth. The height of the troposphere is more in the equatorial region because of strong convection here. Almost all the weather and climatic phenomena such as cloud formation, rain, snow, wind, thunder and lightning, etc. take place in this layer. In the troposphere, the temperature decreases at a uniform rate 1 degree Celsius for every 165 meter of altitude. This is called normal lapse rate. The zone of transition above the troposphere is called tropopause. ഭൂമിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നതാണ്. ഉയരം 13 കിലോമീറ്റർ വരെയാണ്. മധ്യരേഖാ ഭാഗത്ത് വായു ചൂടുപിടിച്ച് ഉയരങ്ങളിലേക്ക് വ്യാപിക്കുന്നതിനാൽ ഇവിടെ കൂടുതൽ ഉയരമുണ്ട്. അതിൻ്റെ ഓരോ 165 മീറ്റർ ഉയരത്തിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപം കുറഞ്ഞു വരുന്നു. മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നൽ തുടങ്ങിയവ സംഭവിക്കുന്നത് ഇവിടെയാണ്. ഇതിൻ്റെ സംക്രമണ മേഖലയാണ് ട്രോപ്പോപാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ വേറെ ക്വസ്റ്റ്യനും കൂടെ പ്രതീക്ഷിക്കാം. എന്താണ് നോർമൽ ലാപ്സ് റേറ്റ് എന്ന് ചോദിക്കാം. അതുമാത്രമല്ല അന്തരീക്ഷത്തിൽ ഏത് പാളിയിലാണ് ഉയരം കൂടുന്തോറും എന്ത് സംഭവിക്കുന്നത്, താപം കുറഞ്ഞു വരുന്നത് എന്നും ചോദിക്കാം. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, കൂട്ടുകാർ നന്നായിട്ട് പഠിച്ചു വെക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്.